ഇന്ന് എമ്പുരാൻ റിലീസ് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. ഞങ്ങൾ തലേന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ 4 സീറ്റ് മാത്രം ഒഴിവുണ്ടായിരുന്നു, ബാക്കി എല്ലാം ഫുൾ ആയിരുന്നു. ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല, അത് 4 ഞങ്ങൾ ബുക്ക് ചെയ്തു കേട്ടോ. നമ്മൾ 8 മണിക്കത്തെ ഷോ ആണ് കേട്ടോ ബുക്ക് ചെയ്തത്, രാത്രിയിലത്തത്. അതിന് മുമ്പായിട്ട് എനിക്ക് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് തീർക്കണം. ഉച്ചക്കത്തെ ലഞ്ചെല്ലാം തയ്യാറാക്കി ഞാൻ അവിടെ പോയി കിടക്കുമായിരുന്നു കേട്ടോ, മൊബൈലും തോണ്ടിക്കൊണ്ട്. ഒരു 3 മണിയായപ്പോഴാണ് കേട്ടോ എനിക്ക് ബോധോദയം വന്നത്. ഞാൻ ഓടിപ്പോയി തേങ്ങയൊക്കെ ബാക്കി തിരുമ്മി വെക്കാനുണ്ടായിരുന്നു, അതെല്ലാം തിരുമ്മി ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചു. ബാക്കി കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. സിനിമയ്ക്ക് പോകേണ്ടത് കാരണം കുറച്ച് ഉന്മേഷത്തോടെ പിള്ളേരും എന്നെ സഹായിച്ചു കേട്ടോ. അങ്ങുമ്പോൾ എനിക്ക് തുണിയൊക്കെ മടക്കി വെച്ചിരുന്നു, മോനാണെങ്കിൽ എനിക്ക് തൂത്തും തന്നു കേട്ടോ. ഇടയ്ക്കൂടെ ചൂലൊക്കെ വെച്ച് ക്രിക്കറ്റ് കളിച്ചെങ്കിലും എനിക്ക് ക്ലീൻ ആയി തൂത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അല്ലേടെ ഇറങ്ങിക്കുന്ന ഒരു 7:15 ആകുമ്പോഴെങ്കിലും നമുക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടത്തില്ല. പുള്ളിക്കാരൻ അതിന്റെ ഓഫീസിൽ നിന്ന് വന്നിട്ടുമില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവരുതെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും നേരത്തെ ഒരുങ്ങി കഴിഞ്ഞു. എന്റെ തലമുടി കെട്ടുന്നതിന് എനിക്ക് ഒരു പാടുമില്ല, പക്ഷെ മോളുടെ തലമുടി കെട്ടാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും പാട്. സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരേ ഹെയർ സ്റ്റൈൽ അല്ലേ, അത് കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴാണ് മോളുടെ തലയിൽ ഞാൻ പുതിയ പുതിയ ഹെയർ സ്റ്റൈലുകൾ പരീക്ഷിക്കുന്നത് കേട്ടോ. അതിന് മോള് പറയുന്നത് അമ്മ എന്റെ തലയിൽ താജ്മഹൽ പണിയാണോ. എന്തായാലും ഞങ്ങൾ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിട്ടുണ്ട് പാലയിൽ. അവിടെ പാർക്കിംഗ് കിട്ടുമെന്ന് നമുക്ക് ചെല്ലുമ്പോൾ കാണാം. എന്റെ ദൈവമേ ഭയങ്കര തിരക്കാണ് കേട്ടോ, നമുക്ക് എവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ല. നമ്മുടെ അടുത്ത് തല്ലേട്ട് പറഞ്ഞു നിങ്ങൾ ഉള്ളിലോട്ട് പൊക്കോ, ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിയേറ്ററിനകത്ത് കയറി കേട്ടോ. ഫ്രണ്ടിലത്തെ റോയിലാണ് നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത്. ആദ്യമേ ലാലേട്ടനെ കാണാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആശ്വസിച്ചു. ഏത് സീറ്റാണെങ്കിലും വേണ്ടിയില്ല, ഒന്ന് എമ്പുരാൻ കണ്ടാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. എന്തായാലും ഞങ്ങൾ കണ്ടിട്ട് ഇറങ്ങി. സിനിമയുടെ റിവ്യൂ ചോദിച്ചാൽ എനിക്ക് ലൂസിഫറിന്റെ അത്രയൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. എവിടെയോ എന്തൊക്കെയോ പാളിച്ചകൾ പോലെ എനിക്ക് തോന്നി കേട്ടോ. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. അടുത്ത ഷോയ്ക്കുള്ള ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സീ യു. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.